പത്തനംതിട്ട സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന റൂമിലിരുന്നു കൊണ്ട് ചിത്രമൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് വരുന്നത്. എന്നിട്ട് നീ എന്താ നാളെ പരീക്ഷയ്ക്ക് പഠിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ എനിക്ക് പഠിച്ചുകൂടെ എന്ന് നയന മറുപടിയായിട്ടും ചോദിക്കുകയാണേ. നീ പഠിച്ചോ, ഒരു കാര്യം ചെയ്യും, നീ പഠിച്ചിട്ട് നല്ലൊരു ജോലി മേടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ നോക്കുമെന്ന് പറയണേ. അതെന്തായാലും നടക്കില്ല, ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് തന്നെ നമ്മുടെ നയന പറയുന്നുണ്ട്. ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ വളരെ കാര്യമാണ്, ഞാൻ ഈ വീടിൻ്റെ ഐശ്വര്യമാണെന്നൊക്കെ അവർ പറഞ്ഞൊന്നും കൂടി പറയണേ. നീ ഈ വീടിൻ്റെ ഐശ്വര്യമല്ല, ഈ വീടിനൊരു ബാധ്യതയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആദർശ്. എന്നാലും നയന തൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ആദർശ് മുമ്പ് ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ ഒരു ഡിസൈൻ വരച്ചിട്ട് മൂർത്തിസ് ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആദർശിൻ്റെ കയ്യിലേക്ക്. ആദർശിന് ശരിക്കും ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആദർശ് കുഴപ്പമില്ല, കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ പറയാണ്. സത്യം പറയണം, കൊള്ളുമെങ്കിൽ കൊള്ളുന്നു, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എനിക്ക് എന്താണ് തോന്നുന്നത് അതേ ഞാൻ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയെ കൊച്ചാക്കുന്ന രീതിയിൽ അങ്ങനെ പുകഴ്ത്താൻ പറ്റില്ലാത്തൊരു അവസ്ഥയിലൊക്കെ നിർത്തിങ്ങാണ്ട് ആദർശ് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആ ഫോട്ടോസ് മെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനിയിലേക്ക്. തുടർന്ന് നമ്മുടെ അഭിയാണെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ജലജ അഭിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഇപ്പോൾ അവിടെ ഒരു സ്റ്റാഫിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നിനക്ക് ഷെയർ പോലും കിട്ടില്ല. ഇനി നമ്മുടെ ഒരേ ഒരു ഉദ്ദേശം, നീ എന്ത് സ്ഥാനമാണോ ആഗ്രഹിച്ചത്, MD സ്ഥാനം, ആ സ്ഥാനം തന്നെ നമ്മൾ കൈക്കലാക്കിയിരിക്കണം. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ് പോയ എല്ലാ കാര്യങ്ങളും തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അഭിയുടെ അടുത്ത്. അങ്ങനെ MD കസേരയെ പോയെങ്കിലും അതേ സ്ഥാനം എന്നുള്ള രീതിയിൽ തന്നെ കമ്പനിയിൽ പോയി കണ്ട് ആദർശിൻ്റെ ചെയറിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നയന വരച്ചിരിക്കുന്ന ഡിസൈന് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ആദർശ് വരണം. അതിനു മുമ്പ് തന്നെ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ അഭി. അങ്ങനെ ഓഫീസിലേക്ക് വന്ന ആദർശ് ഈ കാര്യം അറിയുകയും നിനക്ക് എന്ത് സ്ഥാനമാണ് അവിടെ അത് റിജക്റ്റ് ചെയ്യാനുള്ളത് എന്നും, നീ ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകളെ പോലെ ഒരു സ്റ്റാഫ് മാത്രമാണ്, അതുകൊണ്ട് ഇവിടെ ഏട്ടനും അനിയനും ഒന്നുമില്ല, ഇവിടുത്തെ സ്റ്റാഫ് മാത്രമാണ് നീ, അതുകൊണ്ട് ഇവിടുന്ന് എത്രയും വേഗം തന്നെ പുറത്തു പോകണമെന്ന് പറയാണ് കേട്ടോ ഇവിടെ അഭിയുടെ അടുത്ത് ആദർശ്. തുടർന്ന് അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. എൻ്റെ സമ്മതമില്ലാതെ ആ കസേരയിൽ വന്ന് ഇരിക്കുകയും അതുമാത്രമല്ല അവൻ അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് കഴിവില്ലാത്തവർ ആരാണെന്നുണ്ടെങ്കിലും അവരെ പിടിച്ച് പുറത്താക്കണമെന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ പറയുന്നത്. അവിടെ ബന്ധങ്ങൾക്കോ കുടുംബങ്ങൾക്കോ യാതൊരുവിധ വാല്യൂ ഇല്ലാന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ സ്ഥാനം പോലും അഭിക്ക് അവിടെ ഇല്ലാതാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ അവിടെ മറ്റൊരു സന്തോഷ വാർത്തയും കൂടി കിട്ടുന്നുണ്ട്. നയന വരച്ചിരിക്കുന്ന ഡിസൈൻ കൊണ്ട് അവർക്ക് വലിയൊരു കോടികളുടെ പാർട്ട്ണർഷിപ്പ് കിട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബിസിനസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ആ വാർത്തയും നമ്മുടെ ആദർശ് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട മുത്തശ്ശൻ പറയുന്നത്, നയനയും നീയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ മൂർത്തിസ് ജ്വല്ലറി ഉയരങ്ങളിലേക്ക് തന്നെ എത്തും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് നീ അവളെ അംഗീകരിക്കുകയും അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും വേണമെന്ന് ആദർശിൻ്റെ അടുത്ത് പറയുമ്പോൾ, മുത്തശ്ശ ഞാനായിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല, പക്ഷേ മുത്തശ്ശൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനിയിലെ ഡിസൈനർ സ്ഥാനത്തേക്ക് നയനയെ ഞാൻ നിയമിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അത് നീ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? നീയാണ് അവിടുത്തെ MD, നിനക്ക് അതിനുള്ള അധികാരമുണ്ട്. അവിടെ ഇരിക്കേണ്ട ഏറ്റവും യോജിച്ച ഒരാളാണ് നയനമോള്, അതുകൊണ്ട് അവൾ അവിടെ ഇരുന്നോട്ടെ എന്നുള്ള കാര്യം തന്നെ പറയാൻ കേട്ടോ. ആ ഒരു അംഗീകാരം മാത്രമല്ല, മൂർത്തിസ് ജ്വല്ലറിയുടെ അടുത്ത ഡിസൈനറിലെ മോഡലായിട്ട് നമ്മുടെ നയന വരുന്നുണ്ട് എന്നീ രംഗങ്ങളൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും